നേരെ മുൻ എസ് പി ശ്രീ എൻ സുഭാഷ് ബാബുവിലേക്ക്. സർ നമസ്തേ, ഗുഡ് ഈവനിങ്. ഈ അന്വേഷണം പൊടിപിടിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് നടക്കുന്നുണ്ട്. പോറ്റി കുറ്റം സമ്മതിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. സ്വർണം ഉരുക്കി വിറ്റു, അത് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്നൊക്കെയുള്ള ചില വെളിപ്പെടുത്തലുകൾ ഒക്കെ വരുന്നുണ്ട്. ഈ പോക്കിൽ പോറ്റി ഒറ്റയ്ക്കാണെന്ന് വിശ്വസിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം കീഴ്ശാന്തിയുടെ അനൗദ്യോഗിക സഹായിയായി സന്നിധാനത്ത് കയറിക്കൂടിയ പോറ്റി ഏതാനും വർഷം കൊണ്ട് ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ വാതിലും ദ്വാരപാലക ശില്പവും ഒക്കെ സ്വർണം പൊതിയാൻ മാത്രം സ്പോൺസറാകാൻ വളർന്നു. അവിടെ തന്നെയുണ്ട് പൊരുത്തക്കേട്. പിന്നെ ഇപ്പോൾ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ പണി ഇപ്പോൾ 3 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് 15 രൂപ പലിശയ്ക്ക് 20 രൂപ പലിശയ്ക്കും ബിസിനസ്സുകാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ കട്ട സ്വർണം വിറ്റുവെന്നും വിറ്റ സ്വർണം വിറ്റ പൈസയ്ക്ക് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഇയാളെ കൊണ്ട് ചെയ്യിച്ചവർ, ഇത് പങ്കുപറ്റിയവരിലേക്കൊക്കെ എത്താൻ പ്രാപ്തമാണോ ഈ അന്വേഷണം? ആദ്യ ചോദ്യം. സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു കോടതി ഇടപെടലാണിത്. കാരണം കോടതി, അത് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നേരിട്ട് കോടതി തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റിൽ നിന്ന് അവർക്ക് വിശ്വാസമുള്ള കുറേ ആളുകളെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കും. അതിനകത്തിലൊക്കെ ചില ഷെയ്ഡി ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് എന്ന് പൊതുവെ പരാതി പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു കേസിൽ അതിനകത്തുള്ള അന്വേഷണം സംബന്ധിച്ചിട്ട് എല്ലാ വിവരങ്ങളും കൈമാറേണ്ട ഒരേ ഒരു ചെയർ അല്ലെ ഒരേ ഒരു അധികാരി ഈ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജസിൻ്റെ അടുത്താണ്. അതും സ്വകാര്യമായിട്ട്, അതായത് രഹസ്യാത്മകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് പോലും കോടതിയുടെ മുൻകൂർ അനുവാദമില്ലാണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താതെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പുതിയ അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മുൻവിധിയോട് കൂടിയിട്ട് ഈ അന്വേഷണത്തിൻ്റെയും അതിൻ്റെ പുരോഗതിയെ നമുക്കിപ്പോൾ ഈ അവസരത്തിൽ കാണാൻ പറ്റില്ല. പിന്നെ ഇതിലുള്ള പ്രധാന കാര്യം എന്താ പറയുക, അപ്പം ദേവസ്വം വിജിലൻസിൻ്റെ അതിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. പ്രാഥമികമായിട്ട് അന്വേഷിച്ചതിന് ശേഷം കോടതിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ഭംഗ്യന്തരേണ ആയാലും ശരി, അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉന്നതർക്കൊക്കെ ബോർഡിനുൾപ്പെടെയുള്ള ആളുകൾക്ക് ബന്ധമുണ്ട് എന്നുള്ള അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം അവർ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും അവർക്കത് ബോധ്യപ്പെട്ടു. അതിൽ നിന്നാണ് ഇങ്ങനെ അവരെ ഉൾപ്പെടെയുള്ള അന്വേഷണ വിധേയമാക്കേണ്ടത് കൊണ്ട് കോടതി ഇതേമാതിരി ഒരു ADGPയുടെ നേതൃത്വം, അതും അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു അപ്രൈറ്റ് ഓഫീസറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം മോശം അഭിപ്രായം എനിക്കില്ല. പക്ഷേ ചിലരൊക്കെ പറയാം, സ്വാഭാവികമാണ്, ആരെ വന്നാലും അവരുടെ എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സ്വഭാവമാണ് നമ്മുടെ. പക്ഷെ അത് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രേഖപ്പെടുത്തുന്നതിനകത്തിൽ എന്തെങ്കിലും അപാകത കോടതിക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ കോടതി ഇവരെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യും. കാരണം ആർജിത അധികാരമുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നാണ്, അതായത് ജഡ്ജിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇതേമാതിരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് വീഴ്ച വന്നോ ഇല്ലയോ എന്ന് കോടതി ഒരു കാര്യമില്ലാണ്ട് നേരിട്ട് തന്നെ പരിശോധിക്കാനുള്ള അധികാരമുള്ളതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള അവർക്ക് അധികമായിട്ട് ഇതിനകത്ത് കൃത്രിമം കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സത്യസന്ധമായിട്ടല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരും ഈ കരുതിക്കൂട്ടി ഇവരെ സഹായിക്കാൻ വേണ്ടി, അതായത് പ്രതികളെ സഹായിക്കാൻ വേണ്ടി അവർ രേഖയുണ്ടാക്കി എന്നുള്ള രീതി അവരുടെ പേരിലും നമ്മൾ ഇതിനകത്ത് നടപടി, അതായത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 218 അതേമാതിരിയുള്ള 219 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമൊക്കെ ഇവരുടെ പേരിൽ കോഗ്നൈസബിൾ നടപടി വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഞാനിപ്പോൾ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്കും ഇതിനകത്ത് ഉത്ഭയമുണ്ടാകും. കാരണം അവിടെ സ്വാഭാവികമായിട്ടും ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ പ്രകാരം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. സ്വാഭാവികമായിട്ട് അവരെ സ്വാധീനിക്കാൻ എന്തായാലും ശ്രമിച്ചിരിക്കും. കാരണം ഇതിൽ അന്വേഷണം പോകേണ്ട അവസ്ഥയൊക്കെ നമുക്ക് ഏകദേശം അറിയാം. അതിലെന്താന്ന് പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ശബരിമലയുടെ മുഴുവൻ സ്വത്തുക്കളും സൂക്ഷിപ്പുകാരനും കസ്റ്റോഡിയനുമായിട്ടുള്ളത് ദേവസ്വം കമ്മീഷണറാണ്. ആ ദേവസ്വം കമ്മീഷണർ അറിയാതോ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അറിയാം, മുകളിലോട്ടുള്ള പോട്ടെ തൽക്കാലം, താഴോട്ടുള്ളവരെ അറിയാതെ ഒരു കാരണവശാൽ അവിടെ നിന്ന് ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനോ മാറ്റപ്പെടാനോ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കമ്മീഷണർക്ക് മുതൽ താഴോട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിയമപരമായിട്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല. സാധാരണ ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ലല്ലോ.
അപ്പോൾ ഇതിലെ നമ്മൾ പറഞ്ഞു ഈ സ്വർണം പാളികൾ വന്നതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കാൻ ഉള്ള തുടക്കം ഇവിടാണ്. തുടക്കം 2019 ഫെബ്രുവരി 16 റിപ്പോർട്ട് എടുക്കുന്നു. അതായത് ആ വാതിൽ ശരിയായ രീതിയിൽ അടയുന്നില്ല, അതിനകത്ത് കൂടെ എലി കയറുന്നുണ്ട്, ബുദ്ധിമുട്ടൊക്കെയാണെന്ന് പറഞ്ഞ് മേൽശാന്തിയും തന്ത്രിയും പരാതി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മാറ്റപ്പെടണമെന്ന് ഒരു തീരുമാനം, അതായത് അൺഒഫീഷ്യലായിട്ടൊരു തീരുമാനം എടുക്കുക. അതിൻ്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ട് അന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു റിപ്പോർട്ട് എഴുതിയിട്ട് അത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന ശ്രീ എൻ വാസു എന്ന് പറയുന്ന അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? സ്വർണം പൂശിയ ചെമ്പുപാളികൾ ഉൾപ്പെടുന്ന എന്നാണ് വാതിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വാതിൽപ്പടി, ഏതെല്ലാത്തിനും അങ്ങനെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ അവിടെ ചെന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം അദ്ദേഹം ഇത് ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ ഈ എഴുതിയത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ട് അദ്ദേഹം ഇതെന്ത് ചെയ്തു, ചെമ്പുപാളികൾ എന്നുള്ള രീതിയിൽ അത് മാറ്റി സ്വർണം പൂശിയതെന്നുള്ളത് പൂശിയതല്ല, അതേ സംബന്ധിച്ച് നമ്മൾ ആലേഖനം ചെയ്തതാണ്. അതായത് അതിനകത്ത് സ്വർണ്ണത്താളുകൾ പതിച്ചതാണ്. ആ സ്വർണ്ണത്താളുകൾ പതിച്ചാൽ നമുക്കറിയാം അതൊന്നും പെട്ടെന്ന് പോവില്ല, നമുക്കൊക്കെ അറിയാം. അത് ലെയറായിട്ട് അത് പതിച്ചെന്നാണ് പറയുന്നത് അന്ന് ഇത് നിർമ്മിച്ചു കൊടുത്ത ആളുകൾ. അപ്പോൾ അങ്ങനെ എഴുതിയതിന് ശേഷം ആ വ്യക്തി അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുത്താലാണ് ഇത് അവരുടെ തടിക്ക് പിടിക്കാതെ ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ ബോധപൂർവമായിട്ട് ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചനയുടെ പരസ്യത്തിൽ അവർ പരസ്പര ധാരണ ഉദ്യോഗസ്ഥന്മാർ, കമ്മീഷൻ വരെയുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയത്. അതിനത്തിൽ ബോർഡിൽ പ്രസിഡൻറ്റും മെമ്പർമാരും അറിയാതെ നടക്കുകയില്ല. അതങ്ങനെ കൊടുത്തതിന് ശേഷം ബോർഡ് തീരുമാനിക്കുകയാണ്, പ്രസിഡൻറ്റ് 2 മെമ്പർമാരുടെ ആളുകൾ നിർമ്മിക്കുകയാണ്. അവർ പറഞ്ഞത് ചെമ്പുപാളി. അപ്പോൾ എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? സ്വർണം ക്ലാഡ് ചെയ്ത ചെമ്പുപാളികൾ, അതൊക്കെ ഇമ്പോർട്ട് ചെയ്താണ്. സ്വർണ്ണമായാലും അത് 24 ക്യാരറ്റാണ്. അതുപോലെ ഈ ചെമ്പോ, അതായത് സൂപ്പർ പ്യൂരിറ്റി ഉള്ള ചെമ്പാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്വർണ്ണത്തിൽ, അതായത് നമ്മളിപ്പം 24 ക്യാരറ്റ് താഴോട്ട് ക്യാരറ്റ് മാറ്റാൻ വേണ്ടി വെക്കുന്നത് നമ്മൾ സാധാരണ ചെമ്പാണല്ലോ അതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് സൂപ്പർ ക്വാളിറ്റി സാധനമാണ് കൊണ്ടുവന്നത്. ഒരു കാരണവശാലും ക്ലാവ് പോലും പിടിക്കത്തില്ല. അങ്ങനെ വരുന്ന സാധനം അവർ ചെമ്പുപാളിയാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരെല്ലാവരും കൂടെ ഗൂഢാലോചന കഴിച്ച് തീരുമാനിച്ചതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെ അവരുടെ ദല്ലാളായി നിയമിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട രേഖകളായിട്ട് ഈ നമ്മുടെ ദേവസ്വം വിജിലൻസുകാർ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അന്വേഷിക്കണം, ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം അന്വേഷിക്കുകയാണെങ്കിലും ശരി, നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഇവർ നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങൾ എല്ലാവരും ആവർത്തിച്ചാൽ ചെമ്പുപാളി. ദേവസ്വം പ്രസിഡന്റ് പറയും, ഞാൻ കാണുമ്പോൾ അവിടെ ഒരു സാധനമില്ലെന്ന്. കോടിക്കണക്കിന് ഭക്തർ അവിടെ ചെന്ന് ഓരോ വർഷവും കാണുന്ന ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഭക്തൻ പറയുമോ അവിടെ ചെമ്പുപാളിയായിരുന്നു ഉണ്ടായത്? അല്ല. അവിടെ 85 മുമ്പിലുള്ള അവിടെ ഇതൊന്നുമില്ലാത്ത 18-ാം പടി ഉൾപ്പെടെ അവിടുന്ന് ആളുകൾ ചവിട്ടിക്കയറി തേഞ്ഞ 18-ാം പടിയും അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും ഒക്കെ ചെയ്തിരുന്ന 75-ലും അതിനുശേഷമൊക്കെ പല നാളുകൾ, ദിവസങ്ങളോളം, അന്നൊക്കെ ഒരു മാസത്തോളമാണ് നമ്മളൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നത്. അത് അവിടെ മാത്രം നിന്ന് ഡ്യൂട്ടി ചെയ്ത എനിക്ക് പല വർഷങ്ങളെ പരിചയമുള്ളവരാണ്. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് എൻ്റെ കണ്ണിൽ ഇപ്പോഴും ആ തിളങ്ങി നിൽക്കുന്ന, അതായത് ഏറ്റവും നല്ല 2019 തോന്നുന്നു, അല്ല 2020 തോന്നുന്നു ഞാൻ പോയത്. അപ്പോൾ തന്നെ ഞാൻ ഇത് മുഴുവൻ കണ്ട് വൃത്തിയായിട്ട് ബോധ്യപ്പെട്ടൊരു മനുഷ്യൻ. അതിന്നും എല്ലാ ചാനലുകളിൽ കൂടെ നമ്മൾ എല്ലാ മാസവും കാണുന്നുണ്ട്. പിന്നെ ഈ സീസണിൽ അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെമ്പുപാളിയാണ് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ളതെന്നൊരു ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുമായിട്ട് എത്രമാത്രം തീഷ്ണമായ ഗൂഢാലോചന അതിനകത്തിലുണ്ട്. അതുകൊണ്ട് ഇത് ചെമ്പുപാളി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ സ്വർണം നേരത്തെ എടുത്തു മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ജനങ്ങളെ അവരുടെ കണ്ണിനെ പോലും കബളിപ്പിക്കുന്ന രീതിയിൽ അവരുടെ കൺമുമ്പിലിരുന്ന കാര്യം പോലും സ്വർണം പൂശ്, സ്വർണം കണ്ട് അവരുടെ കണ്ണു മഞ്ഞളിച്ചിരിക്കുന്ന ഭക്തന്മാരെ പറഞ്ഞ്
വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളത്തരം, ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയുന്ന പ്രസിഡൻറ്റും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കണം എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ദേവസ്വം ബോർഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ദേവസ്വം ബോർഡിൻ്റെ മുകളിലോട്ടുള്ള ആളുകൾക്ക് പോകാൻ തെളിവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവരും അറിയാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അവിടെ മുതൽ താഴോട്ടുള്ള ആളുകളെ ഇതിനകത്ത് രക്ഷിക്കാൻ സാധാരണഗതിയിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മഭയമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കതിനുള്ള ധൈര്യം വരില്ല. കോടതി അത് അനുവദിക്കാൻ കോടതി ഇത് വളരെ വസ്തുനിഷ്ഠമായിട്ടും സത്യസന്ധമായിട്ടും വിലയിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ അന്വേഷണം തള്ളിയതിനു ശേഷം ഇനി വേറെ ഏജൻസിയെ കൊണ്ടോ അല്ലെങ്കിൽ കോടതിക്ക് നേരിട്ട് അപ്പോൾ തന്നെ ഇനി CBI അന്വേഷണത്തെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ കിടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ പ്രതികൾക്ക് അനുകൂലമായിട്ട് വക്രീകരിച്ചെന്തെങ്കിലും എഴുതപ്പെടുകയോ രേഖപ്പെടുത്തുകയോ തെളിവ് ശേഖരിക്കാതെ വരുന്നു കഴിഞ്ഞാൽ അവരുടെ പേരിൽ പോലും ക്രിമിനൽ കേസ് വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവരും ജാഗരൂകരായിരിക്കും. അവരും തൻ്റെ ജീവിതം ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നു ഇത് സത്യസന്ധമായ രീതിയിൽ പുരോഗമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.